നമസ്കാരം, ഫിറോസ് ഫ്രം കാസ്ഗരാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് അസസ്മെന്റ് വീഡിയോ ആണ് വരുന്നത്. വേറെ ഒന്നിൻ്റെയും അല്ല, റെനോ ട്രൈബറിന്റെ മേജർ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെയാണ്. അപ്പോൾ റെനോ ട്രൈബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2019 ആക്ച്വലി ആ വാഹനം ലോഞ്ച് ചെയ്തത്. അതിനുശേഷം കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് അവർ വന്നിരുന്നു. അതായത് സേഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ വരുന്ന കുറച്ച് ഫീച്ചർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും കാര്യമായൊരു സെയിൽ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിരുന്നില്ല. ഇതുവരെ റെനോയുടെ മോഡൽസിൽ ഇറങ്ങിയതിൽ ഏറ്റവും ഭംഗിയൊരു ഫ്രണ്ട് ഫേസ് എനിക്ക് ഇതിൽ കണ്ടിട്ട് തോന്നിയത്. കാരണം അത്രമാത്രം ഭംഗിയുണ്ട്. ആ ഗ്രില്ലാണെങ്കിലും പുതിയൊരു ലോഗോയാണെന്നുണ്ടെങ്കിലും പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. റെനോയുടെ പുതിയ ലോഗോ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചത് ഈ ഒരു മോഡൽ തന്നെയാണ്. അതിൻ്റെ ആ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് അവൈലബിൾ ആകുന്നുള്ളൂ. ബട്ട് താഴേക്കുള്ള മോഡൽസിലാണെങ്കിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൽ അവർ നൽകുന്നുണ്ട്. അതിൻ്റെ ബമ്പറിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ സ്കിഡ് പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടാസിയുടെ പല മോഡൽസും കണ്ടുവരുന്ന സ്കിഡ് പ്ലേറ്റ്സ് ആണ്. അതെല്ലാം ഈ ഒരു വാഹനത്തിന് വളരെ ഭംഗിയാണ് നൽകുന്നത്. അതിൻ്റെ അലോയ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈബർ ആദ്യമായിട്ടാണ് 15 ഇഞ്ച് അലോയ് വീൽസ് റെനോ നൽകുന്നത്. ഇതിന് മുമ്പാണെന്നെങ്കിൽ 14 ഇഞ്ചിന്റെ ഫ്ലെക്സ് വീൽസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ബട്ട് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് ഫ്ലെക്സ് വീൽസ് നമുക്ക് തേർഡ് വേരിയന്റിൽ അവൈലബിൾ ആണ്. ഫോർത്ത് വേരിയന്റിലുള്ള ടോപ്പ് സ്പെക്കിൽ മാത്രമാണ് ഈ ഒരു ഡുവൽ ടോൺ അലോയ് വീല് 15 ഇഞ്ച് നമുക്ക് വരുന്നുള്ളൂ. ആൻഡ് ഈ വാഹനത്തിൽ ബാക്കിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു ഈഗിൾ ബീക്ക് ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പോലും LED ആണ് യൂണിറ്റ് വന്നിരിക്കുന്നത്. ഫുൾ LED ആണ് വരുന്നത്. അതിൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക് നമുക്ക് നോക്കുമ്പോൾ. ഇനി അതിന് മേജർ അപ്ഡേറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇന്റീരിയറിലാണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രൈബറിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നെങ്കിൽ, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇന്റീരിയർ ആയിരുന്നെങ്കിൽ, അപ്പോൾ ഈ തവണ വരുമ്പോൾ ബീജാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ സീറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഇന്റീരിയർ ഡാഷ്ബോർഡ് ഡോർ ട്രിംസിൽ എവിടെയാണ് നോക്കിയാലും റൂഫിൽ നോക്കിയാൽ പോലും ബീജാണ് നമുക്ക് ഇതിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ബട്ട് നേരത്തെ ഉണ്ടായിരുന്ന ട്രൈബറിൽ കൊടുത്ത എല്ലാ ഫീച്ചേഴ്സും സൗകര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സീറ്റ്സിലും നമുക്ക് 3 സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. സേഫ്റ്റി കാര്യം നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ESP ട്രാക്ഷൻ, ഹിൽ അസിസ്റ്റ്, TPMS എല്ലാം ABS EBD കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സേഫ്റ്റി മാക്സിമം, അതായത് സേഫ്റ്റിക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പോൾ റെനോ എന്ന് പറയുന്നത്. അവർ പിന്നെ ഇതിൽ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓട്ടോ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട്. അത് മിക്കവാറും കീസിംഗ് ആയിരിക്കും. അതിന്റെ ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം ട്രൈബറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഇൻഫോർട്ടൈൻ സിസ്റ്റം നമ്മളിപ്പോൾ കൈഗറിൽ കണ്ടുവരുന്ന സെയിം സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഭംഗി കാര്യങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നോക്കുന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഇപ്പോഴും റിമെയിൻ സെയിം ആണ് വരുന്നത്. സെയിം 1 ലിറ്റർ 72 PS 96 ടോർക്കിന്റെ എഞ്ചിനാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഓട്ടോമാറ്റിക് പറയുമ്പോൾ ഓഫ് കോഴ്സ് 5 സ്പീഡ് AMT ആണ് അതിൽ വരുന്നത്. ആൻഡ് CNG നമുക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് CNG നമുക്ക് റെട്രോഫിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ഓപ്ഷൻ നൽകുന്നുണ്ട്. ഈ എഞ്ചിന്റെ കാര്യത്തിൽ മാത്രം അതൊന്ന് കുറച്ചുകൂടി ഒരു 1.23 സിലിണ്ടർ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നിസാൻ മൈക്ര അതുപോലെ തന്നെ റെനോയുടെ തന്നെ പൾസിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ വാഹനം നല്ല രീതിയിൽ സെയിൽ ആയി കിട്ടിയാലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ, ഇതിന്റെ ഓരോ ട്രിംസിന്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ.